ഇനി ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.1 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഇൻ ദ മെട്രിക്സ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് വന്നിട്ടുണ്ട്. നമുക്കതിന്റെ ഓർഡർ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ഇലമെന്റ്സ് എഴുതണം. തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇലമെന്റ്സ് A13, A21, A33, A24, A23. ഈ ഇലമെന്റ്സ് ഒക്കെ എഴുതണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ അല്ലെ, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദി മെട്രിക്സ് എന്നാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം M/N എന്നാണ്. അതായത് നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളും. എത്ര റോ ഉണ്ടെന്ന് നോക്കിയേ, 1, 2, 3 റോ. അപ്പൊ 3 ഇൻറ്റു എന്ന് എഴുതിയിട്ട് ബൈ എന്ന് വായിക്കുന്നത് കേട്ടോ. 3 നമ്പർ ഓഫ് കോളം. എത്ര കോളം ഉണ്ട്? 1, 2, 3, 4 കോളംസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ നമ്പർ ഓഫ് ഇലമെന്റ്സ്. ഓക്കെ, അപ്പൊ ദ നമ്പർ ഓഫ് ഇലമെന്റ്സ് കണ്ടുപിടിക്കാൻ ഒന്നിൽ തന്നെ നോക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമുക്കറിയാം ഓർഡറിന്റെ പ്രോഡക്റ്റ് ആണ് അല്ലെ. 4 × 3 12. ഇപ്പൊ 12 ഇലമെന്റ്സ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലമെന്റ്സ് A13 അല്ലെ, A21 ഈ ഇലമെന്റ്സ് ഒക്കെ എഴുതണം. ഇപ്പൊ ഓരോന്ന് എഴുതാം നമുക്ക്. ഫസ്റ്റ് എലമെന്റ് A13 ആണ്. അതായത് ഒന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തെ എലമെന്റ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ റോ അല്ലെ, ഫസ്റ്റ് റോ ആണ്. ഏത് കോളമാണ്? തേർഡ് കോളം. 1, 2, 3 തേർഡ് കോളം. അപ്പൊ ഏതാ എലമെന്റ്? 19. അടുത്തത് A21 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പൊ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ ഏത് നമ്പറാ? 35. ഓക്കെ, അടുത്തത് A33 തേർഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്. അപ്പൊ തേർഡ് റോ അല്ലെ, ഇതിലെ തേർഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് എന്ന് പറയുമ്പോൾ -5. അടുത്തത് A24 സെക്കൻഡ് റോ ഫോർത്ത് കോളം. അപ്പൊ ഏതാ? 12. അടുത്തത് A23 സെക്കൻഡ് റോ തേർഡ് കോളം. അപ്പൊ നമ്പർ 5/2. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ മെട്രിക്സ് ഹാസ് 24 elements, വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? ഓക്കെ, കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 13 elements? അതായത് നമ്മുടെ മെട്രിക്സിൽ 24 ഇലമെന്റ്സ് ഉണ്ട് എങ്കിൽ അതിന്റെ പോസിബിൾ ഓർഡേഴ്സ് എങ്ങനെയാണ്? ഇനി നമുക്ക് ഓർഡർ എഴുതാൻ അറിയാലോ. ഈ 24 ആൻസർ ആയിട്ട് വരുന്ന പ്രോഡക്ട്സ് എഴുതിയാൽ മതി. അപ്പൊ എങ്ങനെയാ? 1/24 ഇതിനെ തിരിച്ചെഴുതാം. 24/1. ഓക്കെ, ഇനി വേറെന്താ? 2/12, 12/2. അടുത്ത 3/8, 8/3 അല്ലെ. 8 3 24 ആണല്ലോ. അടുത്ത 4/6, 6/4. ഇത്രയല്ലേ ഉള്ളൂ ആണ്. അപ്പൊ ഇത്രയും ഓർഡേഴ്സ് ആണ് നമുക്കുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 13 elements? 13 എലമെന്റ്സ് ആണെങ്കിൽ എന്തായിരിക്കും പോസിബിൾ ഓർഡേഴ്സ്? അപ്പൊ അതിന്റെ ആൻസർ എഴുതുമ്പോൾ 13 അല്ലേ, പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ നമുക്ക് ആദ്യം 1ഉം 13 മാത്രമേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ 1/13 ആൻഡ് 13/1. ഓക്കെ, ദീസ് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഇഫ് ഇറ്റ് ഹാസ് 13 elements. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹോംവർക്ക് ആണ്. നോക്കാം. ഇഫ് എ മെട്രിക്സ് ഹാസ് 18 elements, വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് അല്ലെ. 18 എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ എന്തൊക്കെ ഓർഡേഴ്സ് ഉണ്ട്? അതുപോലെ ഇഫ് ഇറ്റ് ഹാസ് 5 elements ആണെങ്കിൽ എത്ര ഓർഡർ ഉണ്ട്? ഈ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? 18 പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഓർഡേഴ്സ് എഴുതുക. എന്തായാലും അത് ഞാൻ എഴുതുന്നില്ല. ഒരു ആൻസർ എത്ര വരും എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ 18ന്റെ കാര്യത്തിൽ 6 ഓർഡർ അല്ലെ, 6 ഓർഡേഴ്സ് കിട്ടും. അതുപോലെ 5ന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ 2 ഓർഡേഴ്സ് കിട്ടും. മനസ്സിലായോ പറഞ്ഞേ? 6 ടൈപ്പ് ഓഫ് ഓർഡർ 18 എലമെന്റ്സിന്റെ കാര്യം എടുക്കുമ്പോൾ കിട്ടും. അതുപോലെ 5 elements ആണെങ്കിൽ 2 ഓർഡർ കിട്ടും. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടാത്തവർക്കാണെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ആൻസർ ചെയ്തു തരുന്നതായിരിക്കും. സംശയമുള്ളവർ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കൺസ്ട്രക്ട് എ 3/4 മെട്രിക്സ് ഹൂസ് ഇലമെന്റ്സ് ആർ ഗിവൺ ബൈ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Aij ഈക്വൽസ് 1/2 മോഡുലസ് ഓഫ് -3i + j. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Aij ഈക്വൽ ടു 2i - j. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം 3/4 മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു 3/4 മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതി വെക്കലാണ്. അപ്പൊ നമുക്കത് ചെയ്യാം. അപ്പൊ എങ്ങനെയാ? A11,
A12, A13, A14. കാരണം 4 കോളോ 3 റോയുമാണ്. അപ്പൊ 4 കോളം വേണം. അതുകൊണ്ടാണ് A14 വരെ പോയത് കേട്ടോ. ഇങ്ങോട്ട് 3 റോയാണ്. അടുത്ത A21, A22, A23, A24. ബാക്കി ഞാൻ എഴുതാമേ. A31, A32, A33, A34. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. Aij ഈക്വൽ ടു 1/2 മോഡുലസ് ഓഫ് -3i + j എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ എൻട്രിയും കണ്ടുപിടിക്കണം. നോക്കാം. A11 ചെയ്യുമ്പോൾ ഐക്കും ജെയ്ക്കും വരെ 1 കൊടുക്കുക. അപ്പോൾ 1/2 മോഡുലസ് ഓഫ് -3 × 1 + 1 വിച്ച് ഇസ് ഈക്വൽ ടു നിങ്ങൾ നോക്കിയേ 1/2 അല്ലെ. 1/2 എഴുതി. മോഡുലസ് ഓഫ് -3 × 1 -3 ആണ്. -3 + 1 നമുക്ക് എന്ത് കിട്ടും? -2 അല്ലെ. അപ്പൊ മോഡുലസിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ -2 എന്തായി മാറും? +2 ആയി മാറും. /2. അപ്പൊ ആൻസർ എത്ര? 1. അടുത്ത A12 ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് നോക്കിയോ. A12 മോഡുലസ് ഓഫ് -3 × 1 + 2 is equal to 1/2 മോഡുലസ് ഓഫ് -3 × 1 എന്ത് കിട്ടും നമുക്ക്? -3 തന്നെ. -3 + 2 അപ്പൊ എന്ത് കിട്ടും? -1. അപ്പൊ മോഡുലസിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ 1/2 × -1 എത്ര തന്നെയാണ്? 1/2 തന്നെ. അപ്പൊ A11 ആയി, A12 ആയി. അടുത്ത A13 1/2 മോഡുലസ് ഓഫ് -3 × 1 + 3. അപ്പോൾ -3 × 1 -3 + 3 0 ആയിപ്പോൾ ഇവിടെ ആൻസർ 0. അടുത്ത A14 ചെയ്യുമ്പോൾ 1/2 മോഡുലസ് ഓഫ് -3 × 1 + 4. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 1/2 മോഡുലസ് ഓഫ് ഇവിടെ 1 കിട്ടി. ആൻസർ 1/2. അടുത്ത സെക്കൻഡ് റോ ചെയ്യാം. A21 1/2 മോഡുലസ് ഓഫ് -3 × 2 + 1. നിങ്ങൾ ആവേശം കാണിച്ച് തെറ്റിക്കരുത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആവേശം കൂടും. ഓക്കെ, നോക്കാം. മൈനസ് ഒക്കെ തെറ്റിക്കാണ്ട് ചെയ്യുക. 1/2 മോഡുലസ് ഓഫ് -3 × 2 എന്ത് കിട്ടും നമുക്ക്? -6 + 1 വിച്ച് ഇസ് ഈക്വൽ ടു -6 + 1 എത്ര കിട്ടും നമുക്ക്? -5 ആണ്. മോഡുലസിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? +5/2. അടുത്തത് A22 അപ്പോൾ 1/2 മോഡുലസ് ഓഫ് -3 × 2 + 2. 1/2 മോഡുലസ് ഓഫ് -3 × 2 -6 + 2. ഇവിടെ ആൻസർ എന്ത് വരും നമുക്ക്? 1/2 × -4 ഉണ്ട്. -4 മോഡുലസ് മാറ്റുമ്പോൾ +4 ആയി. ഇപ്പോൾ 4/2 ആൻസർ ഇട്ടു. അടുത്ത A23 അതായത് 1/2 × മോഡുലസ് ഓഫ് നോക്കാം -3 × 2 പ്ലസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഐക്ക് പകരം ആദ്യത്തെ നമ്പറും ജെയ്ക്ക് പകരം രണ്ടാമത്തെ നമ്പറുമാണ് കൊടുക്കുന്നത്. ജെയ്ക്ക് പകരം 3 കൊടുക്കും. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 × മോഡുലസ് ഓഫ് -3 × 2 -6 വരും. -6 + 3 അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -3 മോഡുലസിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ 3/2. അത് നോക്കാം. A24 ചെയ്യുമ്പോൾ 1/2 മോഡുലസ് ഓഫ് -3 × 2 + 4. 1/2 × മോഡുലസ് ഓഫ് -3 × 2 -6 + 4 നമുക്ക് എന്ത് കിട്ടും? -2 അല്ലെ. മോഡുലസ് പുറത്തെടുക്കുമ്പോൾ 2/2 ആൻസർ 1. അപ്പൊ സെക്കൻഡ് റോയും കംപ്ലീറ്റ് ആയി. അപ്പൊ തേർഡ് റോ A31 is equal to എങ്ങനെ? 1/2 × -3 × 3 + 1. -3 × 3 എത്ര കിട്ടും നമുക്ക്? -9 + 1 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? -8 എന്ന് കിട്ടും അല്ലെ. അപ്പൊ -8 മോഡുലസിന്റെ പുറത്ത് വരുമ്പോൾ +8 ആവും. അപ്പൊ 8/2 എത്രയാ? 4. ഇനി ഒരു സ്റ്റെപ്പ് കുറച്ചൊക്കെ എഴുതുവാണേ. അടുത്തത് A32 നോക്കാം. 1/2 മോഡുലസ് ഓഫ് -3 × 3 + 2. അപ്പോൾ 1/2 × -3 × 3 എത്ര? -9. -9 + 2 -7 ആണ്. മോഡുലസിന് പുറത്തിറക്കുമ്പോൾ +7. അപ്പോൾ ആൻസർ 7/2. നോക്കാം. നമുക്ക് അടുത്ത ടേം A33 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു
1/2 മോഡുലസ് ഓഫ് -3 × 3 + 3 which is equal to 1/2 into modulus of -3 × 3. എന്നിട്ട് നമുക്ക് -9 -9 + 3 -6. അപ്പോൾ -6 മോഡുലസിന്റെ പുറത്ത് പോസിറ്റീവ് ആവും. 6/2 ആൻസർ എത്രയാണ്? 3. ഓക്കെ, അടുത്ത ആൻസർ A34 ആണ്. A34 ചെയ്യുമ്പം എങ്ങനെയാണ്? 1/2 മോഡുലസ് ഓഫ് -3 × 3 + 4 is equal to 1/2 into modulus of -3 × 3 -10 plus 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -5. മോഡുലസിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ആൻസർ 5/2. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെട്രിക്സിലെ എല്ലാ എൻട്രീസും തിരിച്ചു കൊടുക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ആൻസേഴ്സാണ് കിട്ടിയിരിക്കുന്നത്? 1, 1/2, 0, 1/2, 5/2, 2, 3/2, 1, 4, 7/2, 3, 5/2. ഓക്കെ, ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. A is equal to 1, 0, -1, -2, 3, 2, 1, 0, 5, 4, 3, 2. 0 ആണേ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ഈ ആൻസർ ആണോ എന്ന് വെരിഫൈ ചെയ്യുക കേട്ടോ. സ്വന്തമായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്